നാളെ 7ാം ഘട്ട തിരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ മനസ്സറിയാൻ ഇനി വളരെ ചെറിയ സമയമാണുള്ളത്. മോദി 400 അടിക്കുമോ, ഇന്ത്യ സഖ്യം മലത്തിയടിക്കുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. രാജ്യത്തെ 87% മണ്ഡലങ്ങളിലും വിധിയെഴുത്ത് പൂർത്തിയായിരിക്കുന്നു. ഇനി ഒരേ ഒരു ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ 7 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശം, അങ്ങനെ ആകെ 57 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുന്നത്. അതിൽ ഉത്തർപ്രദേശിൽ 13 മണ്ഡലങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയിൽ നാളെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എതിരെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് റായാണ്. BJPയെയും നരേന്ദ്രമോദിയും സംബന്ധിച്ച് എത്രയാണ് ഭൂരിപക്ഷം എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ നോക്കുന്നത്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പഞ്ചാബിലെയും 13 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായി നാളെയാണ് തിരഞ്ഞെടുപ്പ്. ഹരിയാന കഴിഞ്ഞാൽ കർഷക വികാരം ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. 2019 കോൺഗ്രസിന് വലിയ മേൽക്കൈ നൽകിയ 2024 ആം ആദ്മി പാർട്ടിയും വലിയ മത്സരം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനം. പഞ്ചാബിൽ BJPക്കെതിരെ ഒരു പൊതുവികാരം പ്രത്യേകിച്ചും കർഷകർക്കിടയിലടക്കം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും നാളെയാണ് തിരഞ്ഞെടുപ്പ്. അവിടെ മണ്ഡിയിൽ ബോളിവുഡ് താരം കങ്കണ റണൌട്ട് മത്സരിക്കുന്നു. അത് കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ 9 മണ്ഡലങ്ങളുണ്ട്. ജാർഖണ്ഡ്, ബീഹാർ, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും നാളെയാണ് തിരഞ്ഞെടുപ്പ്. അവശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരേ സമയം തന്നെ ഉത്തർപ്രദേശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആത്മീയതയും ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ചയാകുന്ന ഒരു ഘട്ടമാണ് 7ാം ഘട്ടം. പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണ വേളയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ തപസ്സിരിക്കുകയാണ്, ധ്യാനമിരിക്കുകയാണ്. അതിനെതിരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ജൂൺ 4-ലേക്കുള്ള കാത്തിരിപ്പ് കുറഞ്ഞു വരികയാണ്. ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തെ ജനത്തിൻ്റെ മനസ്സിലെന്ത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി.